അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ് പ്ലേബാക്ക് സിംഗർ മെയിൽ. Best Playback Singer Male. The nominees are മലമേലെ തിരിവെച്ച് ബിജിബൽ, മഹേഷിന്റെ പ്രതികാരം, ചെറുപുഞ്ചിരി ഇന്നലെ ഇതൾ വാടി തൊട്ടപ്പോൾ മഴവില്ലെത്തി, പി ജയചന്ദ്രൻ, ആടുപുലിയാട്ടം, മഴ ആദ്യാനുരാഗമായി, തിരുവാവണിരാവ്, ഉണ്ണിമേനൻ, ജേക്കബിന്റെ സ്വർഗരാജ്യം, മലയാളച്ചുണ്ടിൽ മലരോണ പാട്ട്, മൗനങ്ങൾ മിണ്ടുമൊരീ നേരത്ത്, വിജയ് യേശുദാസ്, മഹേഷിന്റെ പ്രതികാരം, തീരത്ത്, സുന്ദരി പെണ്ണേ, ദുൽഖർ സൽമാൻ, ചാർലി, കണ്ടോടി പെണ്ണേ. ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, നിർമ്മാതാവ്, ഒരു മാതാവ് ഉണ്ടെങ്കിൽ ജന്മം ഉണ്ടാവുകയുള്ളൂ. എല്ലാ നിർമ്മാതാവും ഓരോ മാതാവുകളാണ്, അതായത് ഓരോ അമ്മമാരാണ്. മദർ. അപ്പൊ ആ നിർമ്മാതാവിനെ ക്ഷണിക്കുന്നു. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന എം രഞ്ജിത്ത് സാർ ആൻഡ് അപർണ ഗോപിനാഥ്. Hello Aparna, how are you? Good evening. Good evening, Hyderabad. Good evening everyone. Playback singer male Malayalam goes to Vijay Yesudas for Mahesh and the Pradikaram. ഭയങ്കര കൈയടി ഏറ്റുവാങ്ങി ഇതാ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വിജയ് യേശുദാസ് ഓൺ സ്റ്റേജ്. വിജയ്, ആദ്യം ഒരു സ്പീച്ച്, പിന്നെ ഒരു ഡാൻസ്, പിന്നെ ഒരു അഭിനയം, ബിക്കോസ് യു ഡു എവറിത്തിങ്. ഒരു വില്ലന്റെ അവാർഡും കൂടി തന്നാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടാവും വില്ലന്റെ അവാർഡ്. ഓക്കെ, വിജയ് യേശുദാസ്. അതിൽ തന്നെ 3 പേരുണ്ട്. 3 ലാംഗ്വേജിൽ പാടുന്നു. 3, 4, 5 എത്ര ലാംഗ്വേജിലാണ് പാടിയിരിക്കുന്നത്? അവിടെ ചെല്ലുമോ? ഞാനൊന്നും സംസാരിച്ചു. അല്ലല്ല, ഈ പ്രേമത്തില് 3-4 ലാംഗ്വേജിൽ പാടിയല്ലോ. 2 ലാംഗ്വേജിൽ പാടി. മലയാളം, തെലുങ്ക്. ഓക്കെ. അപ്പോൾ 2 വാക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ. Good evening everybody. Thank you so much. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും വണക്കം. It's wonderful to receive an award when it's selected by the people, and even before that to get the nomination which is selected by your colleagues. സത്യം പറഞ്ഞാൽ ഈ വർഷം ഇതിനെക്കാട്ടിലും കുറേ നല്ല പാട്ടുകൾ ആൻഡ് കുറേ സിംഗേഴ്സിന് ഡിസേർവിംഗ് ആയിട്ടുള്ള നോമിനേഷൻസ് വരേണ്ടതാണ്. ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ് for other awards, because I feel lucky that this year that I got this award. This song is a wonderful song, Biji Pal's composition, and of course atrayum super hit aaya Mahesh inde Pradikaram enna chitrathillulla gaanam kude aayadondaayirikkum maybe that they felt like I deserve this award. So thank you so much for the audience, the music lovers, for selecting me once again. Thank you. അപ്പൊ ഇനി പാട്ടില്ലേ? പാട്ട് പാടാം. എന്ത് പാട്ടാ പാടാം? ഒരു അടിപൊളി ഗാനമാണ് വേണ്ടത്, ബിക്കോസ് ഹൈദരാബാദ് ഇസ് ഫുൾ ഓഫ് എനർജി. ആ എനർജി ഒന്ന് കാണിക്കോ പ്ലീസ്. സോ അങ്ങനത്തെ ഒരു എനർജറ്റിക് മ്യൂസിക് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. അടിപൊളി പാട്ട്, അടിപൊളി. എന്നെ ഡാൻസ് കളിപ്പിക്കണം, അതുപോലത്തെ പാട്ടായിരിക്കണം. അടിപൊളി തന്നെ വേണം. യെസ്, അടിപൊളി. Okay, then come here. Okay. Are you ready? Can we put your hands together? പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കരിമ്പഴയുള്ള കൂട്, ആ പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കരിമ്പഴയുള്ള കൂട്, കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, ഓ അതു നിന്നെ പൂട്ടാനാണല്ലോ, തുടക്കം മാംഗല്യം, തന്തുനാനേന പിന്നെ ജീവിതം, തുന്തുനാനേന തുടക്കം മാംഗല്യം, തന്തുനാനേന പിന്നെ ജീവിതം, തുന്തുനാനേന. സൂപ്പർ. താങ്ക് യു വിജയ്. വിജയ് യേശുദാസ് പാടിയപ്പോൾ ഇതൊരു പുണ്യഭൂമിയായിട്ടാണ് തോന്നിയത്. പക്ഷേ പേളിനെ കണ്ടപ്പോൾ ഒരു കുരുക്ഷേത്ര ഭൂമിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരാ അത് ചിരിക്കുന്നത്? ഈ ജോക്സ് ചിരിക്കാൻ പാടില്ല. ആ ചിരി കേട്ട് അറിഞ്ഞൂടാ ചാക്കോച്ചനാണെന്ന്. ഒരു മിനിറ്റ് തന്നെ. അല്ല തന്നെ. ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. പേളിക്കറിയാം ഇവിടെ കുറെ സ്റ്റാർസ് വന്നിട്ടുണ്ട്. ലവ് ലെറ്റർ ആണ്.
ഇത് ആർക്ക് കൊടുക്കാനാ നോക്കട്ടെ. ആ ചേട്ടൻ, ആ നല്ലൊരു ഭംഗിയുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു. മേഡ് ലവ് ലെറ്റർ ഫോർ ദാറ്റ്. എത്രയും പ്രിയപ്പെട്ട എൻ്റെ മൊബൈൽ കുട്ട. ഓ, ന്യൂജൻ ലവ് ലെറ്റർ ആണ്. എത്ര നാളായി ഒന്ന് സ്ക്രാച്ച് ചെയ്ത് റീചാർജ് ആയിട്ട്. അല്ല, ഒന്ന് വിളിച്ചിട്ട് നീ എത്ര റേഞ്ച് ഇല്ലാതെ നിന്നാലും എൻ്റെ ഫോൺ നിനക്ക് വേണ്ടി ഡയൽ ചെയ്യും. ഞാൻ ഇങ്ങനെ തുടിക്കുന്നു. മനസ്സിലായി, കണ്ട് ആ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നന്നായിട്ട് തുടിക്കുന്നുണ്ടെന്ന്. ഓക്കെ, മറ്റൊരു ഫോണിൽ നീ റേഞ്ചിൽ വന്നാൽ നിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ ഞാൻ നോട്ട് റീച്ചബിൾ ആയിരിക്കും. സത്യമായിട്ടും ബ്രേക്കപ്പ് ആവുന്ന ഉദ്ദേശം. നീ ബ്ലൂടൂത്ത് രവിയുമായി എപ്പോഴും ഇൻകമിങ്ങും ഔട്ട് ഗോയിങ് നടത്താറുണ്ടെന്ന് നിന്റെ പെങ്ങൾ പെൻഡ്രൈവ് എനിക്ക് മെസ്സേജ് ചെയ്തു. അവളൊരു പെണ്ണാണല്ലോ. ഓ, പെങ്ങൾ പെൻഡ്രൈവ് കോഡാണല്ലേ. അന്നേ നിന്നെ ഡെലിറ്റ് ചെയ്യാൻ എക്സെൻഡർ അപ്പൻ പറഞ്ഞതാ. എന്റെ അച്ഛൻ എക്സ് മിലിറ്ററി. രണ്ടെണ്ണപ്പന. എന്നിട്ടും എന്റെ ഓർക്കൂട്ടിൽ ഒരു ഫയലിൽ നീ അപ്ലോഡ് ആയിരിക്കുന്നു അല്ലേ. ഇതാണ് ഒരു കാര്യം എഴുതാൻ വിട്ടുപോയി. എന്താ? യൂട്യൂബ് മോനെ ദിനേശ. ഇതുപോലുള്ള കുട്ടികളാണ് ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ആവും. എന്നിട്ട് നാട്ടുകാർക്ക് വീട്ടുകാർക്കും നാണക്കേടാകും. ഓക്കെ, ഇങ്ങനെയല്ല ലെറ്റർ എഴുതേണ്ടത്. നന്നായിട്ട് ലിറിക്സ് എഴുതുന്ന ആൾക്കാർ. എനിക്ക് ലിറിക്സ് അറിയില്ല. എഴുതുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അവാർഡ് കൊടുക്കും. ഓക്കെ, സോ നെക്സ്റ്റ് കാറ്റഗറി അവാർഡ് ലിറിക്സിനുള്ള അവാർഡാണ്. Best Lyrics. The nominees are മലമേലെ ഇവർക്ക് സമ്മാനം നൽകാൻ, പുരസ്കാരം നൽകാൻ വേദിയിലേക്ക് എത്തുന്നത് രണ്ട് പുതുമുഖങ്ങൾ തന്നെയാണ്. ലിജോ മോൾ ജോസ്, അപർണ ബാലമുരളി. വെൽക്കം ടു ദ സ്റ്റേജ്. ഹലോ കുട്ടികളെ. ആക്ച്വലി ഇവര് കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ മലയാളം ഇൻഡസ്ട്രിയിലെ വളർന്നു വരുന്ന യുവ നടികളാണ് രണ്ടുപേരും. അതെ, ആ സാരി ഉടുപ്പ് കണ്ടാൽ തന്നെ അറിയാം പുതുമുഖ നടിമാരാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഇത്രയും വലിയൊരു താരനിര ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരുമിച്ച് കാണുന്നത്. സോ താങ്ക് യു ഐഫ ഫോർ ഇൻവൈറ്റിംഗ് അസ്. And I just can't believe that I'm standing in front of the great A.R. Rahman sir. Hailing from a musical family, I'm so blessed to be here on stage. And we're happy to announce one of the best categories, lyrics, because musicine ettavum koodal bhangi pagarunna, like they go hand in hand, lyrics. So I'm very proud to announce the winner, Santosh Varma sir for Charlie. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത് എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്ത ഒരു അവാർഡായതുകൊണ്ട്. എനിക്ക് അവാർഡ് തന്ന രണ്ടു പേർക്ക് വേണ്ടിയും എനിക്ക് പാട്ടെഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ലിജോ മോൾക്ക് വേണ്ടി, അപർണയ്ക്ക് വേണ്ടിയും രണ്ട് സിനിമകളിൽ, അവരുടെ രണ്ട് പ്രശസ്തമായ രണ്ട് സിനിമകളിൽ, അതായത് കട്ടപ്പനയിലും കൂടാതെ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലുമൊക്കെ പാട്ടെഴുതാൻ കഴിഞ്ഞു. അങ്ങനെ തൊട്ട് മുൻപ് വിജയ് പാടിയ പാട്ട് പോലും എൻ്റെ പാട്ടായിരുന്നു, തുടക്കം മാംഗല്യം. വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ ഒരു ഈവനിങ് എൻ്റെ ഏറ്റവും ഭാഗ്യമുള്ളൊരു ഈവനിങ് ആയി ഞാൻ വിചാരിക്കുന്നു. ഒപ്പം തന്നെ ഈ വേളയിൽ ഞാൻ ഇങ്ങനെ എനിക്കൊരു പാട്ട്, സുന്ദരി പെണ്ണെ എന്നുള്ള നല്ലൊരു പാട്ട് ചാർലിക്ക് വേണ്ടി എഴുതാൻ അവസരം തന്ന മാർട്ടിനെയും, നമ്മുടെ സംവിധായകനായ മാർട്ടിൻ പ്രക്കാട്ട്, എൻ്റെ സുഹൃത്ത്. സിനിമയിൽ ഒരു നല്ല തിരക്കിട്ട ജീവിതമുണ്ടായത് ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിലെ സ്വപ്നമുറിച്ചാക്ക് എന്ന പാട്ടായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു ബ്രേക്ക്. അങ്ങനെ ഒരു ബ്രേക്ക് തന്ന ആളാണ് മാർട്ടിൻ. മാർട്ടിൻ്റെ പടത്തിലൂടെ ഈ ഒരു അവാർഡ് എനിക്ക് കിട്ടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. Thank you so much, sir. Let's give a big round of applause to Santosh Varma.